പോരാട്ടമായ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടുകൾ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി അഡ്വക്കേറ്റ് എം പി ഫൈസലിനെ ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പ്രചാരണം കഴിഞ്ഞ് എം പി ഫൈസൽ മലപ്പുറത്തെത്തിയത്. മലപ്പുറത്ത് ഈ മുറിയിലാണ് കുറേ ദിവസമായി എം പി ഫൈസലുള്ളത്. വീട്ടിൽ പോയിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ടാവില്ലേ? അതെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ പിറ്റേ ദിവസം മുതൽ പിറ്റേന്ന് വീട്ടിൽ പോയി, അതിനുശേഷം പിന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള വർക്കാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പം വീട്ടിൽ ആരൊക്കെ ഉള്ളത്? കുടുംബം എങ്ങനെയൊക്കെയാണ്? വീട്ടിൽ ഉപ്പ, അമ്മ, ജ്യേഷ്ഠൻ്റെ കുടുംബമുണ്ട്, അതുപോലെ തന്നെ ഞാനും കുടുംബവും, ഭാര്യ, 2 കുട്ടികൾ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയപ്പോൾ ഇങ്ങനെ പത്രം വായിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? വളരെ കുറവാണ്. വളരെ വൈകിയാണ് ഇവിടെ എത്തുന്നത്. പിന്നെ നാളത്തേക്കുള്ള വർക്കും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കിടക്കുമ്പോഴേക്ക് രാത്രി ഏറെ വൈകും. രാവിലെ നേരത്തെ എണീക്കും. അതിനനുസരിച്ച് കിട്ടുന്ന സമയം വാഹനത്തിലും ഇവിടെയൊക്കെ ആയിട്ട് വാർത്തകൾ വായിക്കുക എന്നുള്ളതാണ് എടുക്കുന്നത്. സാധാരണ രീതിയിൽ സ്ഥിരമായി വായിക്കുന്ന പത്രങ്ങൾ ഏതൊക്കെയാണ്? പത്രം ദേശാഭിമാനി, മാതൃഭൂമി, മനോരമ, മാധ്യമം, 4 പത്രങ്ങൾ സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. ഇന്ന് എവിടെയാണ് പ്രചാരണം? എങ്ങനെയാണ് ഇന്നത്തെ യാത്ര? ഇന്ന് വോട്ടഭ്യർത്ഥനയുമായി കൊണ്ടുള്ള 1ാം ഘട്ട പ്രചാരണത്തിൽ ഇന്നത്തെ 6ാമത്തെ നിയോജകമണ്ഡലത്തിലേക്കാണ്, വേങ്ങര നിയോജകമണ്ഡലത്തിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. പുത്തൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതിനെ ചെറുക്കാൻ ബാധ്യസ്ഥമായ ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മലപ്പുറം ജില്ലയിൽ 5 മന്ത്രിയും 5-ാം മന്ത്രിയും എന്ത് വികസനം! ഒരു നാട്ടുകാരെ ഇടതുപക്ഷത്തിലായി ഓരോ വോട്ടും നൽകൂ അരിവാൾ ചുറ്റികക്കായി. ഒരു നാട്ടുകാരെ ഇടതുപക്ഷത്തിലായി ഓരോ വോട്ടും നൽകൂ അരിവാൾ ചുറ്റികക്കായി. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഈ പ്രദേശത്ത് നിങ്ങളെ നേരിൽ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഫാഷിസവും വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണ് താങ്കൾ പ്രധാനമായിട്ടും പ്രചാരണ വിഷയമാക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടുത്തൊരു UPA ഭരണത്തിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഈ വോട്ടർമാർ ഏത് വിശ്വസിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ശരിയായ നിലപാട് ഇടതുപക്ഷത്തിൻ്റെതാണ് എന്ന് വിശ്വസിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിൻ്റെ ഒരു അനുഭവങ്ങൾ അങ്ങനെയാണ്. ഇന്ന് വരെ ഫാഷിസത്തോട് അത്ര വിരോധമുള്ളൊരു നിലപാട് സ്വീകരിച്ചതായി മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നമുക്ക്. അതാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷമല്ലാതെ വേറൊരു കക്ഷിയും ഇത്രമാത്രം തീക്ഷ്ണതയോടെ ഫാഷിസത്തെയും വർഗീയതയും എതിർക്കുന്ന ഒരു പ്രസ്ഥാനം വേറെ ഉണ്ടാവില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പൊതുജനം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് അതിൽ ഓടുള്ള ഐക്യദാർഢ്യം ഈ മലപ്പുറം മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നാകെ എല്ലാ വിഭാഗം ആളുകളും പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാനും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള മഹത്തായ പോരാട്ടമായി ഫാഷിസത്തിനെതിരെ വർഗീയതയ്ക്കെതിരെയുള്ള ഉറച്ച നിലപാടിനായി നിങ്ങളുടെ സർവ്വ പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രം ഈ വൈകിയ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ചുറ്റിക
അരിവാൾ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കോണിക്ക് വോട്ടുക ചെയ്യാൻ ആളെ ഇനി കിട്ടൂലട്ടോ. ഈ ജില്ലയിലെ വികസനമാണ്. ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലയളവിലുള്ള മറ്റു പാർട്ടികളെടുത്ത നിലപാടും LDFിൻ്റെ നിലപാടും തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ കഴിയും? പതിറ്റാണ്ടുകളായി ജില്ലയെ മഹാഭൂരിപക്ഷം സമയങ്ങളിലും പ്രതിനിധീകരിച്ചവർ ഐക്യജനാധിപത്യ മുന്നണിയാണ്, UDF ആണ്, മുസ്ലിം ലീഗാണ്. പക്ഷെ പലപ്പോഴും അട്ടിമറി വിജയങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ജില്ലയുടെ വിവിധ മണ്ഡലങ്ങൾ പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ് ഈ ജില്ലയിൽ ഏറ്റവും മികവാർന്ന വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ആ കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ജില്ലയുടെ രൂപീകരണം മുതൽ തുടങ്ങിയാൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരെ മലപ്പുറത്തിൻ്റെ ഗതാഗതക്കുരുക്ക് കഴിക്കാനുള്ള ഫ്ലൈ ഓവർ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. നേരത്തെ അലിഗഡ് സർവകലാശാല ആയാലും അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസായാലും എല്ലാം തന്നെ ഇതേ മണ്ഡലത്തിൽ, മഞ്ചേരി മണ്ഡലത്തിൽ TK ഹംസ ജയിച്ചു വന്ന സമയത്താണ് അതെല്ലാം യാഥാർത്ഥ്യമായത്. ഇപ്പോൾ ഈ നിലക്ക് വലിയ രൂപത്തിൽ എല്ലാ കാലത്തും പലപ്പോഴും ഈ ജനത വിശ്വസിച്ച ജനതയെ വഞ്ചിക്കുന്ന സമീപനമാണ് ഐക്യജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ളത്. വികസനം എന്ത് എന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയണ്ടേ? ഇപ്പോൾ നമ്മൾ വളരെ പുറകിലാണ് ഈ വിഷയത്തിൽ. ആളോഹരി വരുമാനത്തിലും അതുപോലെ തന്നെ വ്യാവസായിക വളർച്ചയിലും വികസനത്തിലുമെല്ലാം മലപ്പുറം ജില്ല വളരെ പുറകിലാണ്. യുവാക്കളെ സംബന്ധിച്ച് തൊഴിൽ ലഭ്യമാകുന്ന ഒരു കേന്ദ്രവും, വ്യാവസായിക കേന്ദ്രമാകട്ടെ IT മേഖലയാവട്ടെ, ഒന്നും തുടങ്ങി വെക്കാൻ ഈ ജില്ലയിൽ സാധ്യമായിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് നല്ലതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പോരാട്ടമായ മലപ്പുറം ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടുകൾ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയത്തിൻ കൊടി പറത്താൻ മലപ്പുറം പിടിച്ചെടുക്കാൻ ഫൈസൽ വരുന്നുണ്ട് ചുറുചുറുക്കൻ. വിജയത്തിൻ കൊടി പറത്താൻ മലപ്പുറം പിടിച്ചെടുക്കാൻ ഫൈസൽ വരുന്നുണ്ട്. RSSന് ശിങ്കിടി പാടും ലീഗിനെ മുക്കിലിരുത്താൻ മുന്നിലേറി വരുന്നല്ലോ ഇടതുപക്ഷ ശക്തികൾ. RSSന് ശിങ്കിടി പാടും ലീഗിനെ മുക്കിലിരുത്താൻ മുന്നിലേറി വരുന്നല്ലോ ഇടതുപക്ഷ ശക്തികൾ. പോരു നാട്ടുകാരെ ഇടതുപക്ഷത്തിലായി ഓരോ വോട്ടും നൽകൂ അരിവാൾ ചുറ്റികൾക്കായി. ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കാൻ ഒരു അവസരമുണ്ടായാൽ തീർച്ചയായും നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിന്ന് ഈ പ്രദേശത്തിന്റെ സർവതല സ്പർശിയായ പിണറായി വിജയൻ സർക്കാരിന്, LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 10 മാസത്തെ ഭരണത്തെ അതിലേത് കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുൻപോട്ട് വെക്കുന്നത്? 10 മാസക്കാലത്തെ ജനപക്ഷ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വലിയ വേഗത്തിലാണ് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ സംരക്ഷിക്കുന്ന ക്ഷേമ പെൻഷനാണ്. ഇതും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ പ്രഖ്യാപിച്ച തുക കൊടുക്കാനും വീടുകളിൽ എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഈ ഗവൺമെൻറ് സാധിച്ചു, അത് വർദ്ധിപ്പിച്ചു. മറ്റൊന്ന് പ്രവാസി പക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജില്ല വലിയ പ്രവാസികളുള്ള ഒരു ജില്ല എന്നുള്ള നിലക്ക് പ്രവാസികളോട് പക്ഷപാതിത്വം കാണിക്കുന്ന ഒരു ഗവൺമെൻറ്റായി നമ്മുടെ ഈ ഗവൺമെൻറ്റിന് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രവാസികൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവർക്കുള്ള പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ഫണ്ട്, പ്രവാസി വകുപ്പിന് കൊടുത്തിരുന്ന ഫണ്ട് കഴിഞ്ഞ തവണകളിൽ അത് 15 കോടി മാത്രമായിരുന്നു, 115 കോടിയായിട്ട് വർദ്ധിപ്പിച്ചു. പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായിട്ട് ഈ ഗവൺമെൻറ് മാറുന്നുണ്ട്. അതോടൊപ്പം മിഷൻ പദ്ധതികളാണ്. ഏറ്റവും സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാനും ആരോഗ്യമേഖല സാധാരണക്കാർ സമീപിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ അത് നവീകരിക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള ശ്രമം. നമുക്ക് നഷ്ടമായ കാർഷിക സംസ്കൃതിയുടെ അത്ഭുതകരമായ വീണ്ടെടുപ്പാണ് ഹരിത കേരളം പദ്ധതി എന്ന് പറയുന്നത്. പരിസ്ഥിതി മാലിന്യ സംസ്കരണം ഉൾപ്പെടെ. മറ്റൊന്ന്, വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭവന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇതെല്ലാം ജനങ്ങൾ നല്ലതുപോലെ ചർച്ച ചെയ്യും. ഒരു ജനപക്ഷ ഗവൺമെൻറ്റിനുള്ള അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
പ്രചാരണ തിരക്കിനിടയിൽ വിശ്രമത്തിനും ഭക്ഷണത്തിനുമായി അല്പസമയം. കുടുംബ പശ്ചാത്തലം പറഞ്ഞു. അതിനുശേഷം വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? കോളേജ് എവിടെയായിരുന്നു? എന്തൊക്കെ വിദ്യാഭ്യാസമാണ് നേടിയത്? വിദ്യാഭ്യാസം UP സ്കൂൾ വരെ വട്ടംകുളത്ത് വീടിനടുത്തുള്ള എയ്ഡഡ് UP സ്കൂളിലായിരുന്നു, CPN UP സ്കൂൾ വട്ടംകുളം. അതിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. പിന്നീട് കോളേജ് വിദ്യാഭ്യാസം പൊന്നാനി ME സ്കൂളിലാണ്. അതിനുശേഷം ലോ കോളേജ് കോഴിക്കോട് നിന്നാണ് നിയമബിരുദം എടുത്തത്. അതിനുശേഷം ജേർണലിസം ഭാരതീയ വിദ്യാഭവൻ കോഴിക്കോട് നിന്ന് എടുക്കേണ്ടായി. മറ്റൊരു കാര്യം, ഈ സ്ഥാനാർത്ഥിയാകുമെന്ന് ആദ്യഘട്ടത്തിലൊന്നും തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പേരായിരുന്നു അങ്ങയുടേത്. പിന്നീട് അന്നത്തെ ഒരു ദിവസത്തെ ഒരു അനുഭവം എന്തായിരുന്നു? നമുക്കറിയാം, അന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ മലപ്പുറത്തെത്തി മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത് ആളുകളുമായി ആശയവിനിമയം നടത്തുന്ന ആ ദിവസം, അന്ന് നിങ്ങളുടെ ഒരു സാധ്യത വെച്ചൊരു സമയത്ത് നമ്മളൊക്കെ നിങ്ങളെ വിളിച്ചിരുന്നു. ആ സമയത്ത് അപ്പോഴും നിങ്ങൾ പോരാട്ടത്തിലായിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐയുടെ ഒരു മാർച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം അന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും നേതാക്കളുമൊക്കെ നിങ്ങളെ ആ ഒരു സ്ഥാനാർത്ഥിത്വം അറിയിച്ചത് എങ്ങനെയായിരുന്നു? അപ്പം നിങ്ങൾക്കുണ്ടായൊരു ഫീൽ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ ഞാനന്ന് യഥാർത്ഥത്തിൽ മലപ്പുറത്ത് വന്നത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മാർച്ച് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. വലിയ സമരം നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു സമരമായിരുന്നു. ജില്ലാ പഞ്ചായത്തിലെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ മാർച്ച്. അതിനുശേഷം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ്, ഏകദേശം ഇവിടെ ബൈപ്പാസ് എത്തുന്ന നേരത്താണ് പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പാർട്ടി ഓഫീസിലേക്ക് വരണം. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരണമെന്ന് പറഞ്ഞ് എന്താണ് കാര്യമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ എത്തുമ്പോഴേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് അന്ന് എന്നെ സംബന്ധിച്ച്, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് അങ്ങനെ തോന്നിയത്. പക്ഷേ പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ ഇതിനു മുമ്പും DYFIയുടെ ഭാരവാഹിത്താണെങ്കിലും SFI പ്രവർത്തനങ്ങളാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വമൊക്കെ ആണെങ്കിലും പാർട്ടി ഏൽപ്പിക്കുന്നൊരു ചുമതലയാണ്. ആ ചുമതല വലിയ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുകയും നല്ല ആത്മവിശ്വാസത്തോടെ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയുമാണ് എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. ഈ പ്രചാരണത്തിന് തിരക്കിനിടയിൽ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? എല്ലാ ദിവസവും വിവിധ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. പുറത്തുനിന്നുള്ള ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ പിന്നീട് പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാലുണ്ടാവുന്ന പ്രയാസങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ ചൂടുകാലമാണ്. അപ്പോൾ പരമാവധി വെജിറ്റേറിയനൊക്കെ ആയി തിളപ്പിച്ചാറിയ വെള്ളവും ഒക്കെ ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഇങ്ങനെ അതത് ഏത് മണ്ഡലത്തിലാണോ പര്യടനം അവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകരുടെ വീടുകളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. മറ്റു ഹോബികൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ആവുന്ന ഒരു രീതിയിലേക്കുള്ള പ്രധാനപ്പെട്ട സ്പോർട്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഷട്ടിൽ കളിക്കാറുണ്ട്. പിന്നെ കാര്യമായിട്ട് യാത്രയാണ് പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത്. യാത്രയിലാണ് കാര്യമായിട്ട് യാത്ര ചെയ്യാറുണ്ട്. അതുപോലെ വായന ഹോബി എന്ന് പറയാൻ പറ്റില്ല, ഒരു സീരിയസ് ആയ ഒരു ഇതിൽ വായിക്കാറുണ്ട്. അഭിവാദ്യങ്ങൾ മലപ്പുറത്തിൻ യുവപോരാളി MP ഫൈസലിന് അഭിവാദ്യങ്ങൾ. കരുത്തുള്ള സാരഥി കരയറ്റ പുണ്യതി ഈ നാടിനോമന പുന്നാര ഫൈസല് മുന്നിൽ കുതിച്ചിതാ എന്നും ജ്വലിച്ചിതാ കരുത്തുള്ള. 2004 TK ഹംസയും പിന്നീട് കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ KT ജലീലൊക്കെ നേടിയ ഒരു വിജയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഈ ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു മനോനില മലപ്പുറം ജില്ലയ്ക്ക് ഉണ്ടായിരുന്നു.
അത് പിന്നീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു തുടർച്ച ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? അത് പൊതുരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇടക്കാലത്ത് പുറകോട്ട് പോയെങ്കിൽ കൂടി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം വലിയ മുന്നേറ്റമാണ് ഈ ജില്ലക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്നവർ, അണിനിരക്കുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു രീതി ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. വർഗീയതയ്ക്കെതിരായ വലിയ ശക്തമായ നിലപാടിൻ്റെ ഭാഗമായി തന്നെയാണ് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ നേതൃത്വമായി ഇടതുപക്ഷം മാറിയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജില്ലയിൽ ഈ നിലക്കുള്ള വലിയ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭ്യമായത്. ഇടതുപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. തുടർച്ചയായി സീറ്റുകളുടെ എണ്ണത്തിൽ 4 നിയമസഭാ സീറ്റ് ലഭ്യമായില്ലെങ്കിൽ കൂടി വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റം, വലിയ പിന്തുണ, പലപ്പോഴും UDFിൻ്റെ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തളരാതെ വന്നിതാ, തകരാതെ ഇന്നിതാ, ഇടതുപക്ഷത്തിൻ കൊടിയേന്തി വന്നിതാ, കരുത്തുള്ള സാരഥി, കരയറ്റ പൊന്നിധി, ഈ നാടിനോമന പുന്നാര ഫൈസല്, മുന്നിൽ കുതിച്ചിതാ, എന്നും ജ്വലിച്ചിതാ. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ ന്യൂനപക്ഷം വലിയ തോതിൽ പിന്തുണച്ചിരുന്നു. അത് ഫാഷിസത്തിനെതിരായി ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു. ആ ഒരു പ്രതീക്ഷയ്ക്ക്, ന്യൂനപക്ഷത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് അതിനനുസരിച്ച് രൂപത്തിൽ പ്രവർത്തിക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ കൊടിഞ്ഞി ഫൈസൽ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും റിയാസ് മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഫാഷിസത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള പ്രചാരണങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിനെ ഇനിയും ആ ഒരു തരത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ ആ ഒരു വിശ്വാസത്തെ ആർജിച്ചെടുക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ഒരു നിലക്കും സന്ധി ചെയ്യുകയോ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കുകയോ ചെയ്യുന്നൊരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളത് ഏതൊരാളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇന്ന് വരെ അങ്ങനെ ഒരു അനുഭവം പറയാൻ വേണ്ടി കഴിയില്ല. ഈ പറഞ്ഞത് തെറ്റായ പ്രചരണങ്ങളും തെറ്റായ രീതികളുമാണ്. അതൊന്നും തന്നെ ആ നിലക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ഈ മണ്ഡലത്തിൽ കത്തി നിൽക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഏറ്റവും കരിപ്പൂർ എയർപോർട്ട് ആകെ അതിനെ കൊല്ലുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിലും അങ്ങനെയാണ്. അതിൻ്റെ റൺവേൻ്റെ നീളം കുറവും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമാനങ്ങൾ ഇറക്കാതെയും ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റ് അവിടെ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് രാജ്യത്തെ ഏക സ്വകാര്യ പങ്കാളിത്തം കൂടിയുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സാമ്പത്തിക താല്പര്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. വകുപ്പ് മന്ത്രി തന്നെ അതിനകത്ത് ഇരുന്ന് വലിയ ചർച്ചകൾ നടത്തി വലിയ വികസനം സാധ്യമാക്കണമെന്നുള്ളതാണ്. അതിൽ കൃത്യമായ ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് വലിയ പ്രൗഢിയിലേക്ക് ഈ കരിപ്പൂർ എയർപോർട്ടിനെ കൊണ്ടുവരണം, സ്ഥലം ഏറ്റെടുക്കണം. സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിന് വലിയ രൂപത്തിൽ അത് വിട്ടു നൽകേണ്ടി വരുന്ന മനുഷ്യരെ നഷ്ടപരിഹാരം കൊണ്ട് മാത്രം പരിഹാരമാവില്ല, പകരം ലാഭപരിഹാരം കൊടുത്ത് അവനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയണമെന്നുള്ളതാണ്. കാരണം അവർ എല്ലാം വിട്ടുകൊടുക്കുന്നവർ ഇപ്പോൾ 2-3 തവണ വിട്ടുകൊടുത്ത ആളുകളാണ്. ഇനിയും അവർ മാറണമെന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പാദിച്ചതൊക്കെയും ഒരു പൊതുവികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ അവരെ ആ നിലക്ക് തന്നെ പരിഗണിക്കാനും അവർക്ക് അതിൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനും ജോലി കൊടുക്കാനും ഒക്കെയുള്ള ഒരു ഇടപെടൽ അതിനകത്ത് കാണിക്കണമെന്നുള്ള നിലപാട് LDFിൻ്റെ നിലപാടാണ്. ദളിതർക്കെതിരെ ഉറഞ്ഞുതുള്ളി മതന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ജീവിത പ്രയാസങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന് സംഘപരിവാറിലെ കാര്യാലയത്തിലെ തിട്ടൂരങ്ങളെ ഒരു ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച് ഇന്ത്യൻ ബഹുസ്വരതയെ തകർക്കുന്ന ഭരണകൂട നയങ്ങൾക്കെതിരെ ചെങ്കോട്ട പടുക്കാനായി ഫൈസല് വരുന്നുണ്ടല്ലോ. 40 വർഷം നാട് ഭരിച്ച് നാട്ടിച്ചോരല്ലേ, നിങ്ങൾ വഞ്ചിച്ചോരല്ലേ. കുഞ്ഞപ്പ കറിയാഞ്ഞിട്ടോ. ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാനുള്ളത്. BJP അടക്കമുള്ള ആളുകൾ പ്രചാരണ വിഷയമാക്കുന്നത്
ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലാണ്. നിങ്ങളും അത് പറയുന്നു. മുസ്ലിം ലീഗ്, SDP അടക്കമുള്ള മറ്റു പാർട്ടികളുമായി കൂടിച്ചേർന്നുകൊണ്ട് ഒരു മുസ്ലിം വർഗീയതയെ പുഷ്ടിപ്പെടുത്തുവാനാണ്, അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത് എന്ന് നിങ്ങളും ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? ഇത് നമ്മുടെ ജില്ലയെ എങ്ങനെയായിരിക്കും പിന്നീട് ബാധിക്കുക? ഇതിൽ പൊതുവായി വരുന്നൊരു പ്രചാരണത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള കൺസോൾട്ടേഷൻ രൂപാന്തരപ്പെടുന്നത്. കാരണം മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്നുള്ളൊരു പ്രചരണം, അല്ലെങ്കിൽ ഭീകരവാദികളാണെന്നുള്ള പ്രചരണം പൊതുവിൽ ആഗോളതലത്തിലുണ്ടാവുന്നുണ്ട്. അതൊരു ശരിയായ വീക്ഷണമല്ല എന്നുള്ള കാഴ്ചപ്പാട് നേരത്തെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ അതിനെയെല്ലാം ശരിവെക്കും രൂപത്തിലേക്ക് ഇത്തരത്തിലുള്ള മതരാഷ്ട്രീയ സംഘാടനം ഇത്തരം ആരോപണങ്ങൾ, പ്രചരണങ്ങളെ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഫാഷിസത്തിന് വളരാൻ കഴിയുന്ന രൂപത്തിലേക്ക് സഹായിക്കുമെന്നുള്ള അഭിപ്രായമാണുള്ളത്. അത്തരം ആളുകളൊക്കെ നല്ല മതനിരപേക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം നിലനിൽക്കേണ്ടതാണ്, അതിനെ ശക്തിപ്പെടുത്തേണ്ടതാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. 2 ലക്ഷത്തോടടുത്ത് ഭൂരിപക്ഷത്തിലാണ് ഈ അഹമ്മദ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അപ്പോൾ അതിനൊക്കെ മറികടക്കാനുള്ള എന്ത് ആയുധങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അതിനെ മറികടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? അതല്ല, ഈ ഭരണത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുമ്പോഴും കുറച്ചെങ്കിലും ഭൂരിപക്ഷം കുറക്കാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല, 100% വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത്. സഖാവ് VS അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ ഇവിടെ പ്രചാരണത്തിന് എത്തിയിട്ടില്ല. അവരൊക്കെ ഈ പ്രചാരണത്തിന് വരുമോ? തീർച്ചയായും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് മൂന്നാർ അടക്കമുള്ള വിഷയങ്ങളിൽ ചില വിഭാഗീയമായ ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ ഭരണപരിഷ്കാര ചെയർമാൻ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. VS അച്യുതാനന്ദൻ താങ്കളുടെ പ്രചാരണത്തിലൂടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെ നേതാക്കന്മാർ എത്തുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് എൻ്റെ കയ്യിലില്ല. എല്ലാവരും എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വിവാദം, മൂന്നാർ വിവാദം, പാർട്ടിക്കകത്ത് പോലും ഉണ്ടായിരുന്ന ഈ വിവാദം താങ്കളുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? ഇല്ല, ഒരു വിവാദവും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് എന്നുള്ള നിലക്കാണ്, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. AK ശശീന്ദ്രൻ വിഷയം ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? അല്ല, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്? താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു അത് അനുകൂലമായി ബാധിക്കും, കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു പരിശുദ്ധിയെയാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് ശരിവെക്കുന്ന വിധത്തിലാണല്ലോ ഇപ്പോൾ മംഗളം ചാനലുകാർ മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നു. അതിനെതിരായിട്ട് നോൺ ബെയിലബിൾ ഒഫൻസിൽ കേസെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ അന്വേഷണം വളരെ പരസ്യമായി നടത്തണം എന്നുള്ളത് മന്ത്രി തന്നെ ആവശ്യപ്പെട്ടു. ഇതെല്ലാം വളരെ കേന്ദ്രീകൃതമായി അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ അന്നേ പറഞ്ഞതാണ്, ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മിക മൂല്യത്തിന് അംഗീകാരമുണ്ട്. ഇടതുപക്ഷത്തിനല്ലാതെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരെങ്കിലും ഇങ്ങനെ ആരോപണങ്ങൾ കേട്ടവർ രാജിവെക്കുകയാണെങ്കിൽ ഒരു മന്ത്രിസഭ ഒന്നാകെ രാജിവെക്കേണ്ട അവസ്ഥയിലുള്ള ഒരാൾ പോലും ആ നിലയ്ക്ക് മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തിയതാണ്. എന്നാൽ അങ്ങനെയല്ല ഇടതുപക്ഷം വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ധാർമ്മിക മൂല്യത്തോടൊപ്പം നിൽക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത്തരം ഇടപെടലുകൾ, ഒരു ആരോപണം വന്ന ഉടനെ രാജിവെക്കുന്നു എന്നുള്ളത് ശരിയായൊരു നിലപാടാണ്. അതിൽ കടിച്ചു തൂങ്ങി നിന്നില്ല, അധികാരത്തിന് വേണ്ടി നിന്നില്ല എന്നത്, അത് ഇടതുപക്ഷത്തിൻ്റെ മൂല്യത്തിനുള്ള അംഗീകാരമായി മാറും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. നാം എന്ത് തിന്നണമെന്നും കാലക്കണമെന്നും നാം എന്ത് തിന്നണമെന്നും നമ്മൾ ഉടുക്കണതെന്താണെന്നും നാടിന്റെ നല്ല മനസ്സിൽ നഞ്ച് കലക്കണമെന്നും മുങ്കിൽ വന്നു പുലമ്പാനിവിടെ എന്താണ് അവകാശം, സംഘിക്കെന്താണ് അവകാശം. നാം എന്ത് തിന്നണമെന്നും നമ്മൾ ഉടുക്കണതെന്താണെന്നും നാടിന്റെ നല്ല മനസ്സിൽ നഞ്ച് കലക്കണമെന്നും. മോശം തന്നിത് വർഗീയതയും വംശീയതയും പിടിപെട്ട് ദേശസ്നേഹത്തിന്റെ കണക്കിൽ കാശുണ്ടാക്കണ കൺകെട്ട്. ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യനുമിടയിൽ ബന്ധം തച്ചു തകർത്തിട്ട് ഇന്ത്യൻ തെരുവിലഴിഞ്ഞാടുന്നു
സ്വന്തം ശൂലമെടുത്തിട്ട് മോശം തന്നിത് വർഗീയതയും വംശീയതയും പിടിപെട്ട് ദേശസ്നേഹത്തിന്റെ കണക്കിൽ കാശുണ്ടാക്കണ കൺകെട്ട് നാടിന്റെ ഭദ്രതയോർത്ത് കൂടാമിനി ഇടതിനൊത്ത് എന്നും വർഗീയതയുടെ ശത്രു LDF അല്ലേ പൊന്നി LDF അല്ലേ നാമെന്ത് തിന്നണമെന്നും നമ്മൾ ഉടുക്കണതെന്താണെന്നും നാടിന്റെ നല്ല മനസ്സിൽ നഞ്ച് കലക്കണമെന്നും